ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ, സഹോദരി സഹോദരന്മാരെ, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി എനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട്. സ്വാഗത പ്രാസംഗികനോട് പറഞ്ഞു. ഇതിൻ്റെ ഈ സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ ഞാൻ ഈ സംഘടനയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് തിരക്കുകൾ കാരണം എനിക്ക് അതിൽ തുടരാൻ സാധിച്ചില്ല. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ സുരക്ഷിതത്വം മുൻനിർത്തി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ ആ കാലത്ത് തീരുമാനിച്ചിരുന്നു. 96 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സഖാവ് എസ് ശർമ്മ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യമായി അത് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് കുറച്ചു കാലം അതിൻ്റെ പ്രവർത്തനം ആക്റ്റീവായി നടത്താൻ സാധിച്ചില്ല. അത് വീണ്ടും റിവൈവ് ചെയ്ത് സൊസൈറ്റിയുടെ പ്രവർത്തനം ആക്റ്റീവ് ആക്കാൻ പിന്നീട് സാധിച്ചു. അന്ന് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പാർലമെൻറ്റ് മെമ്പറായ സന്ദർഭത്തിലാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാൻ മാറാൻ തീരുമാനിച്ചത്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ ഇവിടെ നേരത്തെ രാജൻ വിശദീകരിച്ച ഇലക്ട്രിസിറ്റി ബോർഡുമായി വരുന്ന പ്രശ്നങ്ങൾ, ഇതിലെല്ലാം ഓരോ സന്ദർഭത്തിലും എനിക്ക് കഴിയാവുന്ന വിധത്തിൽ ഞാൻ ഇടപെടാറുണ്ട്. കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് കഴിയാവുന്ന വിധത്തിൽ ഈ രീതിയിൽ ഞാൻ ഇടപെടുന്നത്. ഇതൊരു ബദൽ പ്രസ്ഥാനമാണ്. എല്ലാ രംഗവും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമ മേഖല, ദൃശ്യമാധ്യമം, മറ്റു മേഖല, പ്രിന്റ് മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകൾ എല്ലാം കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യാനന്തര കാലത്ത് സത്യത്തിൻ്റെ വായ മൂടിക്കെട്ടുകയും കോർപ്പറേറ്റ് താൽപ്പര്യത്തിന് അനുകൂലമായ വിധത്തിൽ വാർത്തകൾ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബദലായി നിൽക്കുക എന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ്. അതിന് ധൈര്യം കാണിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന COA എന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങൾ കാണിച്ചതൊരു വലിയ ധീരതയാണ്. പണ്ട് കാലത്ത് ഈ കേബിൾ ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് വലിയ തരത്തിലുള്ള പീഡനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ സംപ്രേഷണം ചെയ്ത് ജനപ്രിയ ചാനലുകളാക്കി കേബിൾ ഓപ്പറേറ്റർമാർ മാറ്റിയതിന് ശേഷം ചില വൻകിട ഓപ്പറേറ്റർമാർ അത് പേ ചാനലുകളാക്കി മാറ്റി. വലിയ തുക പ്രതിഫലം കൊടുത്താലേ ആ ചാനലുകൾ സബ്സ്ക്രൈബേഴ്സിന് നൽകാൻ കഴിയുമെന്ന അവസ്ഥ വന്നപ്പോൾ ചെറുകിട ചാനലുകാരെല്ലാം പ്രയാസത്തിലായി. അന്ന് ACBക്ക് മാത്രമാണ് ചെറിയ നിലയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. പേ ചാനൽ ബഹിഷ്കരിച്ചുകൊണ്ടുള്ളൊരു വലിയ സമരം ആ കാലത്ത് നടത്തിയ എനിക്ക് ഓർമ്മയുണ്ട്. ആ സമരം വളരെ ശക്തമായിരുന്നു. ഏത് ബഹുരാഷ്ട്ര കുത്തകയായാലും ദേശീയ കുത്തകയായാലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിട്ടാൽ അവരെ നേരിടാൻ കഴിയുമെന്ന ബോധ്യം ആ സമരം ഉണ്ടാക്കി. പിന്നീട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ചിലർ സന്നദ്ധമാകേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലനിൽപ്പിനായി സഹകരണ സംഘം ഉണ്ടാക്കാനും കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരുമിച്ച് നിന്ന് വൻകിടക്കാരുടെ ഭാഗത്തു വരുന്ന ആക്രമണങ്ങളെ നേരിടാനും അസോസിയേഷൻ തീരുമാനമെടുത്തത്. ഇപ്പോൾ COAയുടെ കീഴിൽ ഒരു സ്വന്തമായ ദൃശ്യ ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. സിഡ്കോ എന്ന പേരിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സാമ്പത്തികമായി സഹായിക്കുന്ന വിധത്തിൽ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം വരുന്നുണ്ട്. മാത്രമല്ല, ഇവർ നേരിടുന്ന ചില പ്രശ്നങ്ങളിവിടെ പറഞ്ഞു. ഇലക്ട്രിക് പോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാടക നിശ്ചയിക്കുന്ന കാര്യത്തിൽ
ഈ സ്വയം തൊഴിൽ സംരംഭകരോട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അന്യായമായി പെരുമാറുന്നു എന്നൊരു വിഷയം ഇവിടെ പറഞ്ഞു. ചില പ്രശ്നങ്ങളിൽ അതുണ്ട് എന്ന് സത്യമാണ്. പല സന്ദർഭങ്ങളിൽ COA നേതാക്കളും അവരെ സഹായിച്ചുകൊണ്ട് ഞാനും ഇടപെട്ട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് അവർക്ക് ആശ്വാസം ലഭിച്ചിരുന്നു. അതിനിടയിലാണ് അടുത്ത കാലത്ത് ഒരു പുതിയ ചെയർമാൻ KSEBയിൽ വന്നത്. അദ്ദേഹം KSEBയെ ആകെ സ്വകാര്യ കുത്തകൾക്ക് വിൽപ്പന നടത്താൻ കരാറെടുത്തിട്ടാണ് വന്നത്. ഒരു IAS ഉദ്യോഗസ്ഥൻ. അയാൾ ഇപ്പോഴും ഗവൺമെൻറ് സർവീസിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് തലപ്പത്തില്ല. അയാളുടെ സൽപ്രവർത്തി കൊണ്ട് അയാളെ മാറ്റേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSEBയെ തന്നെ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുകിട ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന തീരുമാനവും നടപടികളും അക്കാലത്തുണ്ടായത്. ഇന്ത്യയിലെ വൈദ്യുതി മേഖല വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണ ഭീഷണിയിലാണ്. എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരണ ഭീഷണിയിലാണ്. 1952 പാർലമെൻറ്റ് വൈദ്യുതി നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിൻ്റെ ലക്ഷ്യം, നിയമം പ്രഖ്യാപിച്ചത് വൈദ്യുതി ജനങ്ങളുടെ അവകാശമാണെന്നാണ്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളുടെ വ്യവസായമാണ്. അക്കാലത്തെ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയ വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായത്. വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾക്കുള്ള എല്ലാ മിഷനറിയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചെലവ് കൂടിയ ഉൽപ്പാദന സംരംഭങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കണ്ടാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭീമാകാരമായ പൊതുമേഖലാ സ്ഥാപനത്തിന് അന്നത്തെ ഗവൺമെൻറ് രൂപം നൽകിയത്. BHEL. എൻറോൺ എന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച വൈദ്യുതോൽപാദന പദ്ധതിക്ക് 1 മെഗാവാട്ട് പവർ ഉൽപാദനത്തിന് അവരുടെ കോസ്റ്റ്, അതിൻ്റെ 30% BHELൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയെല്ലാം വൈദ്യുതിയെ സംരക്ഷിച്ച് ജനങ്ങൾക്കെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് അതെല്ലാം ആരംഭിച്ചവർ തന്നെ ആ നയം ഉപേക്ഷിച്ചു. ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പം അടുത്ത കാലത്ത് സംഭവിക്കുന്നത്, ഒരു വൈദ്യുതി ഭേദഗതി നിയമം ഇപ്പോൾ പാർലമെൻറ്റിൽ വന്നു. ആ നിയമം പാസ്സായിട്ടില്ല. ശക്തമായ എതിർപ്പ് വന്നു. തൊഴിലാളി സംഘടനകൾ എതിർത്തു, സംസ്ഥാന ഗവൺമെൻറ്റുകൾ എതിർത്തു, കർഷക സംഘടനകൾ എതിർത്തു. കർഷക സംഘടനകൾ എതിർക്കാൻ കാരണം വൈദ്യുതി നിരക്കിൻ്റെ ക്രോസ് സബ്സിഡി എന്ന തത്വം ഇല്ലാതാവുന്നു എന്നതുകൊണ്ടാണ്. വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിൻ്റെ കോസ്റ്റ് കണക്കാക്കിയ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എല്ലാം കണക്കാക്കി ഒരു യൂണിറ്റിന് ഇത്ര രൂപ എന്ന് കണക്കാക്കി. ആ തുകയിൽ നിന്ന് അല്പം കൂടിയ നിരക്കാണ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്, വൻകിട വ്യവസായികളിൽ നിന്ന്. അവർ ഈ വൈദ്യുതി ഉപയോഗിച്ച് വ്യവസായം നടത്തുന്നവരായതുകൊണ്ട് അവർക്കത് താങ്ങാൻ സാധിക്കും. അത് ഒഴിവാക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തേ പറ്റൂ. അതിനേക്കാൾ അല്പം കുറഞ്ഞ നിരക്ക്, എന്നാൽ യഥാർത്ഥ കോസ്റ്റിൽ നിന്ന് അല്പം കൂടിയ നിരക്കായിരിക്കും ഹൈ ടെൻഷൻ എന്ന് പറയുന്ന രണ്ടാം സെറ്റിൽ. മൂന്നാമത്തെ സെറ്റ് കൊമേഴ്സ്യൽ നിരക്കാണ്, വ്യാപാര മേഖല. അതും ആക്ച്വൽ കോസ്റ്റ് അല്പം കൂടി ഹൈ ടെൻഷൻ്റെ തൊട്ട് താഴെ നിൽക്കും. അടുത്ത് വരുന്ന ഡൊമസ്റ്റിക് നിരക്കാണ്. അത് ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് കുറവ് വരുത്തിയ നിരക്കിലാണ് വൈദ്യുതി ബോർഡുകൾ നിരക്ക് ഈടാക്കുന്നത്. അടുത്തത് കൃഷിക്കാർക്ക്. അവർക്ക് ജലസേചനത്തിനുള്ള പമ്പ് സെറ്റുകൾ പ്രവർത്തിപ്പിക്കലാണ് വൈദ്യുതിയുടെ ഉപയോഗം. കാർഷിക ചെലവുകൾ വർദ്ധിച്ചാൽ, കാർഷികോൽപ്പന്നങ്ങളുടെ വില കൂടിയാൽ ജനങ്ങൾക്കത് വാങ്ങാൻ കഴിയില്ല, പട്ടിണിയാവും എന്നതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് ഗണ്യമായി കുറവ് വരുത്തി ഒരു ചെറിയ നിരക്കാണ് ഈടാക്കുക. കേരളത്തിലാണെങ്കിൽ 20 യൂണിറ്റ് വരെ മാത്രം ഉപയോഗിക്കുന്ന, ഒരു മാസം 20 യൂണിറ്റ് വരെ വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമാണ്. ഈ നയത്തെ ക്രോസ് സബ്സിഡി എന്ന് പറയും. ഇത് പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ നാടിന് ഇത് അത്യാവശ്യമാണ്. പുതിയ വൈദ്യുതി നയം ക്രോസ് സബ്സിഡി വേണ്ട എന്നാണ്.
കർഷക സംഘടനകൾ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ അവർ ഇപ്പോൾ വൈദ്യുതി നിരക്ക് നൽകുന്ന തുകയേക്കാൾ 1 ലക്ഷം കോടി രൂപ അധികം വേണ്ടി വരും. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. 1 വർഷം നീണ്ടുനിന്ന കർഷക സമരത്തിൻ്റെ ഒരു പ്രധാന മുദ്രാവാക്യം വൈദ്യുതി മേഖലയിലെ ഈ പുതിയ നിയമനിർമ്മാണം നിർത്തിവെക്കണമെന്നായിരുന്നു. വിവാദമായ കാർഷിക ബില്ലുകൾ, ഗവൺമെൻറ് നിയമങ്ങൾ, പാർലമെൻറ്റ് പാസാക്കിയ 3 നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ സമരം ചെയ്ത് ഇന്ത്യയിലെ കൃഷിക്കാർ ചരിത്രം സൃഷ്ടിച്ചെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സമരം അവസാനിക്കുമ്പോൾ കൃഷി വകുപ്പ് മന്ത്രി എഴുതി കൊടുത്ത ഉറപ്പാണ് കർഷക സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ വൈദ്യുതി ഭേദഗതി നിയമം കൊണ്ടുവരൂ എന്ന്. അത് ലംഘിച്ചുകൊണ്ട് 2022 വീണ്ടും വൈദ്യുതി ഭേദഗതി നിയമം പാർലമെൻറ്റിൽ വന്നു. അത് പിന്നീട് പാർലമെൻറ്റിൻ്റെ പവർ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലേക്ക് പിന്നെ വന്നിട്ടില്ല. നിയമനിർമ്മാണത്തിൻ്റെ സ്വഭാവം അതാണെങ്കിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കാതെ തന്നെ നിലവിലുള്ള ഘടന തകർക്കാവുന്നതാണ് എന്ന് ഗവൺമെൻറ് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി അവർ തീരുമാനിച്ചു വൈദ്യുതി മേഖലയെ 3ആയി വിഭജിക്കുക: ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നേരത്തെ നിർവഹിച്ചുകൊണ്ടിരുന്നതെല്ലാം സ്റ്റേറ്റ് യൂട്ടിലിറ്റികളാണ്, സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളാണ്. ആ മേഖല സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ പ്രധാനികളായി വന്നത് ഒന്ന് ടാറ്റ പവർ എന്ന് പറയുന്ന ടാറ്റ കമ്പനിയാണ്. രണ്ടാമത്തേത് അദാനി പവറാണ്. അവർ കണ്ടുപിടിച്ച ഒരു പുതിയ മാർഗമാണ്, പുതിയ രീതിയാണ് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനിതൊക്കെ പറയുന്നത് എങ്ങനെയാണ് ചെറുകിട മേഖലയെ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കോർപ്പറേറ്റുകളുടെ ഇൻ്റർവെൻഷൻ എന്ന് ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയാണ്. ഇത് വന്നപ്പോൾ വൈദ്യുതി ബോർഡുകളുടെ അധികാരത്തിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ മാറ്റിയാലേ സ്വകാര്യ കമ്പനികൾക്ക് ഇതിൽ കടന്നു വരാൻ പറ്റും. അതിന് എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി. നിയമം ഭേദഗതി ചെയ്യാതെ എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി പവർ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ നാട്ടിൽ വൈദ്യുതി വിതരണ രംഗത്ത് വൈദ്യുതിയുടെ അളവ് നിശ്ചയിച്ചുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ മീറ്ററുകളായിരുന്നു പണ്ട്. അത് പിന്നീട് ഇലക്ട്രോണിക് മീറ്ററുകളായി. ഇപ്പോൾ ഇലക്ട്രോണിക് മീറ്ററാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം കൃത്യമായി മെഷർ ചെയ്യാൻ ഇലക്ട്രോണിക് മീറ്ററുകൾക്ക് കഴിയുന്നുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മോഷണം ഏറ്റവും മിനിമമാണ് കേരളത്തിൽ. ട്രാൻസ്മിഷൻ ലോസും ഡിസ്ട്രിബ്യൂഷൻ ലോസും കേന്ദ്ര ഇലക്ട്രിസിറ്റി അതോറിറ്റി നിശ്ചയിച്ച നിരക്കിനേക്കാൾ കുറവാണ്. ഒരു മിനിമം നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ കുറയാൻ പാടില്ല എന്നത്, കൂടാൻ പാടില്ല എന്ന്. അതിനേക്കാൾ എത്രയോ കുറവാണ് കേരളത്തിൽ. അങ്ങനെ ഉള്ളപ്പോഴാണ് സ്മാർട്ട് മീറ്റർ എന്ന പ്രശ്നം വരുന്നത്. സ്മാർട്ട് മീറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട കമ്പനികളാണ്. എന്താണ് സ്മാർട്ട് മീറ്ററിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കാൻ കാരണം? ഞങ്ങൾ ട്രേഡ് യൂണിയനുകൾ ശക്തമായി എതിർത്തു, ദേശീയ തലത്തിൽ എതിർത്തു, ഇടതുപക്ഷ പാർട്ടികൾ എതിർത്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിതരണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പവർ നൽകേണ്ടത് പവർ ജനറേഷൻ കമ്പനികളാണ്. ഇവിടെ പവർ ജനറേഷൻ നടന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. അവരുടെ പശ്ചാത്തല സൗകര്യം ഉപയോഗിച്ച് ലഭ്യമാകുന്ന വൈദ്യുതി വിതരണം ചെയ്ത് കാശ് വാങ്ങലാണ് ഈ വിതരണ കമ്പനിയുടെ ജോലി. അവർക്ക് നൽകുന്ന വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം. ആ സംഘത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വൻകിടക്കാർക്ക് അറിയാം. ഈ പുതിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ നഗരത്തിൽ മാത്രമേ വരൂ, ഗ്രാമത്തിൽ പോവില്ല. ഗ്രാമത്തിൽ വിതരണം നിലവിലുള്ള യൂട്ടിലിറ്റി തന്നെ നടത്തിക്കോന്നാണ്. അവിടെ പാവപ്പെട്ടവരാണ്. ഗ്രാമങ്ങളിൽ ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട് ചിലപ്പോൾ 500 മീറ്റർ അകലെയോ 1 കിലോമീറ്റർ അകലെയോ ആയിരിക്കും. അവർക്കെല്ലാം കണക്ഷൻ കൊടുക്കാൻ ഒരുപാട് നീളത്തിൽ വയറ് വലിച്ചിട്ടുണ്ടാവും, തൂണ് നാട്ടിയിട്ടുണ്ടാവും. അതിനുള്ളിൽ അതിൻ്റെ ഇടയ്ക്ക് മരങ്ങൾ വളരുന്നുണ്ടാവും. ആ മരങ്ങളിൽ നിന്ന് കൊമ്പ് പൊട്ടി വീണ് ഇടയ്ക്കിടയ്ക്ക് ലൈൻ പൊട്ടും. മെയിൻ്റനൻസ് ചാർജ് കൂടുതലാണ്.
വരുമാനം കുറവാണ്. നഗരത്തിലാണ് ഏറ്റവും വലിയ തുക നൽകുന്ന ഉപഭോക്താക്കൾ. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, വലിയ ഹോട്ടലുകൾ, വലിയ തോതിൽ ഇലൂമിനേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾ, അവരാണ് വലിയ ഉപഭോക്താക്കൾ. അതാണ് ഇവർക്ക് വേണ്ട. പ്ലം ഇവർക്ക് വേണം, ഗ്രാമം വേണ്ട. ഗ്രാമം നിങ്ങൾ നടത്തിക്കും. സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ പോലെയാണ്. നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് കാർഡ് വാങ്ങുന്ന പോലെ ഇവിടെയും കാർഡ് സിസ്റ്റം വരും. മാത്രമല്ല, ഈ സ്മാർട്ട് മീറ്റർ വേണം നിർബന്ധിക്കുന്നതെന്ന് അറിയും. വൈദ്യുതിക്ക് ഇന്ന് ഒരു നിരക്കല്ല, ഓരോ 20 മിനിറ്റിലും നിരക്ക് മാറിക്കൊണ്ടിരിക്കും. പീക്ക് അവേഴ്സിൽ നിരക്കങ്ങ് കൂടും, അല്ലാത്ത സമയത്ത് നിരക്ക് കുറയും. ഇതെല്ലാം കൃത്യമായി മെഷർ ചെയ്യാൻ ഈ സ്മാർട്ട് മീറ്ററിന് സാധിക്കൂ, ഇലക്ട്രോണിക് മീറ്ററിന് കഴിയില്ല. ഈ കച്ചവടത്തിന് വൈദ്യുതി വിൽക്കുന്ന വേറെ ചില കമ്പനികളുണ്ട്. അദാനി പവർ. ഇന്ത്യയിൽ പാരമ്പര്യേതര ഊർജ ഉൽപാദന രംഗത്ത് 50% ഇന്ന് അദാനിയുടെ വകയാണ്. മാത്രമല്ല, കൽക്കരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തെർമൽ പവറിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയുടെ നിരക്കിനനുസരിച്ചാണ് റേറ്റ് നിശ്ചയിക്കേണ്ടതെന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കി കൊടുത്തിട്ടുണ്ട് അദാനിക്ക് വേണ്ടി. ഓസ്ട്രേലിയയിൽ ഖനി വാങ്ങി അവിടുന്ന് കൽക്കരി കൊണ്ടുവരിക. ഇന്ത്യയിലെ കൽക്കരി ഖനികളിലെ ഉൽപ്പാദനം ബോധപൂർവം വെട്ടിക്കുറച്ച് കോൾ ഇന്ത്യ എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ കൽപ്പിച്ചുകൂട്ടി വെട്ടിക്കുറച്ച് കൃത്രിമമായ ക്ഷാമമുണ്ടാക്കി ആഭ്യന്തര കമ്പോളത്തിൽ കൽക്കരിയുടെ വില കുത്തനെ ഉയർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതിയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ അതിൻ്റെയൊക്കെ കോസ്റ്റ് മെഷർ ചെയ്യാനാണ് ഈ സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താവും നമ്മുടെ അവസ്ഥ? ഇതാണ് സേവന മേഖലയിൽ കുത്തകകളുടെ വരവിൻ്റെ ഒരു സ്വഭാവം. അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമ രംഗത്തുള്ളത്, മാധ്യമ മേഖലയിൽ പൊതുവിലുള്ളത്. ഇപ്പോൾ റിലയൻസിൻ്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് ഡിസ്നിയുമായിട്ടുള്ള സഹകരണ കരാറിനെ സംബന്ധിച്ച് ഇവിടെ രാജ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. റിലയൻസ് ഈ മേഖലയിൽ വൻതോതിൽ കടന്നു വരാൻ പോവുക. അതിനുള്ള പർച്ചേസാണ് ഇപ്പോൾ ഒരു നടന്നത്. ഡിസ്നിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് ഒരു മാധ്യമ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ വലിയ കുത്തകയായിട്ട് വരാൻ പോവുക. എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ലോകത്തുള്ള വൻകിട കമ്പനികൾ ലയിച്ച് വലിയ ജൈജാൻറ്റിക് കമ്പനികളായി മാറിയിട്ടുണ്ട്. അവരാണ് ഇന്ന് ലോകത്തിലെ എൻ്റർടൈൻമെൻറ്റ് മേഖലയെ നിയന്ത്രിക്കുന്നത്. ചെറുകിടക്കാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസമാണ്. അതിനനുസരിച്ച IT നയമാണ് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത്. പുതിയൊരു IT ബില്ല് പാർലമെൻറ്റിൽ വന്നു. ഞങ്ങളതിനെ ശക്തമായി എതിർത്തു. ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ള പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ CPIMൻ്റെ പ്രതിനിധി സഖാവ് ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹം ആ കമ്മിറ്റിയിൽ വന്ന പ്രപ്പോസലുകളെ നിശിതമായി വിമർശിച്ചു, എതിർത്തു. പക്ഷേ നമ്മൾ ഒരാളോ രണ്ടാളോ എതിർക്കുന്നതുകൊണ്ടൊന്നും നടക്കാതിരിക്കുന്നില്ല. ഭൂരിപക്ഷം വേറെയാണ്. സാധാരണ ജനങ്ങളെയോ ചെറുകിട ഓപ്പറേറ്റർമാരായി സ്വന്തം ജീവിതത്തിന് ഒരു തൊഴിൽ എന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ചെറുകിടക്കാരുടെ ജോലിയെയോ നിലനിൽപ്പിനെയോ ഒന്നും ഗൗരവമായി കാണാൻ ഇവർ തയ്യാറല്ല. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പ്രദേശത്ത് സിഗ്നലുകൾ കൊടുക്കാൻ അവർ ഒരു സംരംഭം ആരംഭിച്ചാൽ ഒപ്റ്റിക് ഫൈബർ കേബിളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല സിഗ്നൽ ലഭ്യമാക്കാൻ മേത്തരം കേബിളുകൾ, പണ്ടത്തെ പോലുള്ള കേബിളുകളല്ല, വലിയ വില കൂടിയ കേബിളുകളാണ്. അതിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഈ കണക്ഷൻ കൊടുക്കാൻ സ്വന്തമായി റോഡിൽ ഇതിന് പോൾ നാട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ചിലവ് വളരെ കൂടും. മാത്രമല്ല, അതിന് PWD ചിലപ്പോൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് റോഡിൽ നിലവിലുള്ള ഇലക്ട്രിക് പോളുകളിലൂടെ ഈ വയർ വലിക്കാൻ അനുമതി വാങ്ങുന്നത്. ആ ഇലക്ട്രിക് പോളിൽ ഒരു അഡീഷണൽ വരുമാനം ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടും. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് അമിതമായ ചാർജ് ആവശ്യപ്പെട്ടാൽ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. പുതിയ ഡിഷ് ഉപയോഗിച്ച് സിഗ്നൽ കൊടുക്കുന്ന വേറെ കമ്പനികളുണ്ട്. ഈ വയർ ഒഴിവാക്കിയിട്ട് വലിയ മുതൽ മുടക്കോടുകൂടി അവർ മത്സരരംഗത്ത് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അമിതമായി ചാർജ് ഈടാക്കിയാൽ ഉപഭോക്താക്കൾ വേറെ സോഴ്സ് അന്വേഷിക്കും. ഈ മത്സരത്തെ നേരിട്ടുകൊണ്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്. രാവിലെ മുതൽ ഒരു ചെറിയ വാഹനം എടുത്ത് ഗോണിയുമായി എവിടെയാണ് ഡിസ്റപ്ഷൻ ഉള്ളത്, എവിടെയാണ് സിഗ്നൽ വീക്ക് ഉള്ളത്, പരാതി എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് ഈ സാധുക്കൾ ഓടി നടക്കുക. ഈ ചെറുപ്പക്കാർ
അവരുടെ ഉപഭോക്താവിൻ്റെ താല്പര്യം നിലനിർത്തി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി കണക്ഷൻ നിലനിന്ന് കിട്ടാൻ ഇല്ലെങ്കിൽ മത്സരത്തിന് വേറെ ആളുണ്ട്. ഇവിടെ വലിയ വൻകിടക്കാരുണ്ട്. അവർ വലിയ ഓഫറുകൾ നൽകും. ഇവർ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ നിക്ഷേപം നടത്തിയാണ് ഈ ജീവിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ട മാസവാടക എല്ലാം കൃത്യമായി തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ മാസം വരവ് ചെലവ് കണക്കുകൂട്ടി നോക്കിയാൽ ഒത്തുപോകാത്ത നിരവധി കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ എനിക്ക് നേരിട്ടറിയാം. കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ ഈ സുഹൃത്തുക്കളെ പലപ്പോഴും എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർ സ്ട്രഗിൾ ചെയ്യാണ് നിലനിൽപ്പിന് വേണ്ടി. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന COA എന്ന സംഘടനയിൽ അംഗങ്ങളായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ആരും വൻകിടക്കാരല്ല, വലിയ സമ്പന്നരല്ല. ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. സാധാരണ തൊഴിലാളി എന്നവരെ പറയാത്തത് അവർ സ്വയം തൊഴിൽ സംരംഭകരായതുകൊണ്ടാണ്. അതും ഒരു തൊഴിൽ തന്നെയാണ്. എങ്കിൽ പോലും ഏതെങ്കിലും എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണല്ലോ വർക്കർ എന്ന കാറ്റഗറിയിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത്. ആ സ്വഭാവമല്ലെങ്കിലും ഇവർ ആ രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഇവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ COA പ്രസിഡന്റ് സെക്രട്ടറി രാജൻ ഉന്നയിച്ച പ്രശ്നം KSEB ഇവരോട് മാന്യമായി പെരുമാറണം, മാന്യമായ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇവരോടൊപ്പം കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്ന് അവകാശം നേടിയെടുക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ തോതിൽ അക്രമത്തിലേക്കോ അനാവശ്യമായ നിലപാടിലേക്കോ പോകാൻ പാടില്ല എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ഇത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇടപെടും. കേരള ഗവൺമെൻറ് പൊതുവിൽ COAയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് K-Phone. ഇൻ്റർനെറ്റ് ജനങ്ങൾക്ക് മുഴുവൻ നൽകുക, എല്ലാ വീടുകളിലും നൽകുക എന്ന പദ്ധതി. അതിപ്പോൾ പ്രാവർത്തികമായി വരികയാണ്. അതിലെ പാർട്ട്ണറാണ് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്. നിരവധി തവണ ഞാനും അതിലിടപെട്ടിട്ടുണ്ട്. ആ ചർച്ചകളിൽ ഇവരോടൊപ്പമല്ല, മറ്റു തരത്തിൽ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണതയിലെത്താനുള്ള ശ്രമം ഈ COA ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് വളരെ അനുഭാവപൂർണ്ണമാണ് ആ പ്രശ്നത്തിൽ ഇവരോട് നിലപാട് സ്വീകരിക്കുന്നത്. കേരള സംസ്ഥാനം മുഴുവൻ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് K-Phoneൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിൽ മുഴുവൻ വീടുകളിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവുക. വികസിത രാജ്യങ്ങളായ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജീവിത സൗകര്യം ഒരു ദരിദ്ര രാജ്യത്തെ ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ കേരളത്തിൽ ലഭ്യമാകുന്നു എന്നത് സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഓഫീസുകളിൽ ഒത്തുകൂടി ജോലി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ വർക്ക് അറ്റ് ഹോം എന്നൊരു പുതിയ പദ്ധതി. ഇൻ്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോലുള്ള സംവിധാനങ്ങൾ പ്രശ്നങ്ങൾ ഇനിയും വന്നേക്കാം. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക്, ഗവേഷകന്മാർക്ക്, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പഠനം നടത്താൻ, ഗവേഷണം നടത്താൻ, പുതിയ അറിവുകൾ നേടാൻ ഇൻ്റർനെറ്റ് ഇന്ന് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിദരിദ്രന്മാർക്ക് സൗജന്യമായിട്ടാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ K-Phone കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഒരു ചുരുങ്ങിയ നിരക്കിൽ, അഫോർഡബിൾ റേറ്റ് സാധാരണക്കാർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതിലെ പങ്കാളിയാണ് COA എന്ന് പറയുന്ന സംഘടന എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു വിഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു, അടിവരയിടുന്നു. എന്നാൽ എവിടെയെങ്കിലും ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകൾ ഇതിനിടയിൽ ഈ ചെറുകിടക്കാർക്കെതിരായി ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ നേരിടേണ്ടതായിട്ട് വരും. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇടപെടാൻ പലരെയും കാണുകയും പലരെയും സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും. അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ, അവർക്ക് അനുകൂലമായി
ഫയലുകൾ നീക്കാനൊക്കെ അവർ ശ്രമിച്ചേക്കും. പക്ഷെ അതിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ശരിയായ ഒരു നിലപാടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്താം. സർക്കാർ എന്ന നിലയിൽ കേരളത്തിലെ LDF സർക്കാർ കേബിൾ TV ഓപ്പറേറ്റർമാരോടൊപ്പമാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനിടയിൽ വരുന്ന തടസ്സങ്ങൾ നീക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഈ സർക്കാർ ഉള്ളപ്പോഴാണല്ലോ ഇവിടെ ഈ കേരളത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ ഒരു ചെയർമാൻ്റെ കാലത്ത്. എന്നിട്ട് ഈ സ്മാർട്ട് മീറ്റർ ഇവിടെ സ്ഥാപിക്കുന്നതിനെ ഞങ്ങൾ എതിർത്തപ്പോൾ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ നോക്കുകുത്തിയാക്കി തകർക്കാവുന്ന പദ്ധതിയെ ട്രേഡ് യൂണിയനുകളും ജനങ്ങളും എതിർത്തപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം നഷ്ടപ്പെടുത്താനാണ് ട്രേഡ് യൂണിയനുകളുടെ സമരം എന്ന് പ്രസ്താവന കൊടുത്തു ഈ ചെയർമാൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ. അപ്പം അയാളുടെ കമ്മിറ്റ്മെൻ്റ് ആരോടാ? ജനങ്ങളെ വിൽപ്പന നടത്തിയതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇലക്ട്രിസിറ്റി അതോറിറ്റി സെൻട്രൽ പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്തത്. ഒരു സ്മാർട്ട് മീറ്റർ ടെൻഡർ ചെയ്തു. 9,000 ചില്ലാൻ ഉറുപ്പിയാണ് കൊട്ടേഷൻ കിട്ടിയത്, ലോവസ്റ്റ് റേറ്റ്. ഈ പണം നിങ്ങൾ നിന്നാണ് ഈടാക്കേണ്ടത്, സൗജന്യമായിട്ടല്ല. ഒരു മാസം 100 രൂപ വെച്ചാണ് ഈടാക്കുന്നതെങ്കിൽ 9 വർഷം കൊണ്ട് അത് ഈടാക്കി കഴിയുമ്പോഴേക്ക് ഈ സ്മാർട്ട് മീറ്റർ എന്തോ സാധാരണ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ ആയുസ് എത്രയാണ്? പരമാവധി 10 കൊല്ലം, ചിലപ്പോൾ 8 കൊല്ലം കൊണ്ട് തയ്യാറാവും. സ്മാർട്ട് ഫോണൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്ന എത്ര കൊല്ലം? അപ്പം ഇതിൻ്റെ അടവ് തീരുമ്പോഴേക്കും ഇതിൻ്റെ ലൈഫ് തീരും. അപ്പോൾ വീണ്ടും നമ്മൾ മാറ്റിവെക്കണം. അതിനൊക്കെയുള്ള കാശ് ഉപഭോക്താവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സ്വകാര്യ കമ്പനികൾക്ക് പീക്ക് അവർ ലോഡിന് നിശ്ചയിക്കുന്ന നിരക്ക്, മറ്റ് നിരക്കുകൾ, ഇങ്ങനെ മിനിറ്റ് വെച്ച് നിരക്കുകൾ റീഡ് ചെയ്യുന്ന ഈ പുതിയ മീറ്ററുകൾ വഴി ഉപഭോക്താവിനെ കൊള്ളയടിക്കണം. അതിനാണ് ആ പദ്ധതി. അതിനുവേണ്ടി വാദിച്ച ഉദ്യോഗസ്ഥനാണ് ഇവരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന നിരക്കിന് ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്താൽ ലൈൻ മെയിൻ്റനൻസ് KSEB ചെയ്യണം, ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് KSEB ചെയ്യണം, ഗ്രാമീണ വൈദ്യുതീകരണം, കർഷകർക്കുള്ള വൈദ്യുതി വിതരണം, അതെല്ലാം KSEB ചെയ്യണം. KSEBക്ക് നിൽക്കാൻ കഴിയുമോ? ഈ പ്ലം മുഴുവൻ ഇവരുടെ ഏറ്റെടുത്താൽ KSEB സാമ്പത്തികമായി തകരും. ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥ വരും. ജനങ്ങൾ വലിയ പ്രയാസത്തിലാവും. കാർഷിക മേഖലയിൽ ജലസേചനത്തിന് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പക്ഷേ ഇതൊക്കെ വിശകലനം ചെയ്യാനും എതിർക്കാനും കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന പ്രബുദ്ധത മറ്റ് പല സംസ്ഥാനത്തും ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി ഈ വലിയ കമ്പനികൾ സ്മാർട്ട് മീറ്ററുകൾ പരീക്ഷണാർത്ഥം സ്ഥാപിക്കാനുള്ള കരാറുകൾ നേടിയെടുത്തു. നവി മുംബൈ അദാനി പവർ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ മൊത്തം ജീവനക്കാരും പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദാനിയെ പിന്തിരിപ്പിച്ചത്. അതുപോലുള്ള സ്ഥിതിഗതികൾ എല്ലാ മേഖലയിലും വരിക. വാർത്താവിനിമയ മേഖലയിൽ മീഡിയ രംഗത്ത് വലിയ തോതിലുള്ള കുത്തകവൽക്കരണത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, സത്യം മറച്ചു വെക്കുന്ന വിധത്തിലുള്ള പ്രചാരവേരുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളുടെ, മീഡിയകളുടെ മുഴുവൻ നിയന്ത്രണവും വൻകിട കുത്തകകൾക്കാണ്. ഇന്ത്യയിൽ ഗവൺമെൻറ് നയങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന, ഗവൺമെൻറ് നയങ്ങളെ, ഈ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഞാൻ പറയുന്നില്ല, ഗവൺമെൻറ് നയങ്ങളെ, ജനങ്ങൾക്കെതിരായി വരുന്ന നയങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു NDTV. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രമുഖനായ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രണയ് റോയ് ആയിരുന്നു അതിൻ്റെ പ്രൊമോട്ടർ. സർക്കാരിന് തലവേദനയായിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ആ ചാനൽ. ആ പ്രൊമോട്ടർ അറിയാതെ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ അദാനി വിലക്ക് വാങ്ങി. പൂർണ്ണമായും നിയന്ത്രണം കയ്യിലായപ്പോൾ ശല്യമുണ്ടാക്കുന്നവരോട് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ഇനി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ അധികം ചാനലുകളില്ല, സർക്കാരിനെതിരെ എഴുതാൻ അധികം ദേശീയ പത്രങ്ങളില്ല, വളരെ കുറച്ച്, 1-2-3 ഉണ്ട്. അതിനെങ്ങനെ നിയന്ത്രിക്കാം? അവർക്ക് പരസ്യം നൽകില്ല ഗവൺമെൻറ്, അവർക്ക് പരസ്യങ്ങൾ നൽകില്ല വൻകിട കമ്പനികൾ. മാധ്യമങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ
അതിൻ്റെ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നിരക്കിലുള്ള പണം മാത്രം സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയില്ല. അഡ്വർടൈസ്മെൻറ്റ് അവിഭാജ്യ ഘടകമാണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത് വൻകിടക്കാരാണ്, വൻകിട കമ്പനികളാണ്. അവർ നൽകില്ല എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് പരസ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജനുവരി മാസത്തിൽ യുപിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നടന്ന അതിപ്രധാനമായ ഒരു ചടങ്ങ് ലൈവ് ടെലികാസ്റ്റ് നൽകുകയും വലിയ പരസ്യങ്ങൾ നൽകുകയും ചെയ്യുന്നവർക്ക് സർക്കാർ വാരിക്കോരി പരസ്യങ്ങൾ നൽകി. ചടങ്ങ് ഞാൻ പറയുന്നില്ല. ഈ വിധത്തിൽ മാധ്യമങ്ങളെ വളച്ചൊടിക്കുന്നു, നിയന്ത്രിക്കുന്നു. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ എല്ലാ മേഖലയിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരിക. എൻ്റർടൈൻമെൻറ്റ് രംഗം അങ്ങനത്തെ അത് തന്നെ. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികൾ ലയിച്ച് വലിയ കോർപ്പറേഷനായി മൾട്ടി മില്യൺ കോർപ്പറേഷനുകളായി മാറി ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അവരാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഭക്ഷണ രീതിയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ വസ്ത്രധാരണ രീതിയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ അവർക്ക് സ്വാധീനമുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളിലെ കുഗ്രാമങ്ങളിലെ നിരക്ഷരരായ കുട്ടികൾക്ക് പോലും വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ സുപരിചിതമാണ്. എങ്ങനെയാണത് വന്നത്? അതാണ് മാധ്യമങ്ങൾ. നമ്മുടെ ഭക്ഷണ രീതികൾ, ചോറോ സാമ്പാർ അല്ലെങ്കിൽ ദോശ, ചട്ടിനി, അതെല്ലാം മാറ്റി കെൻഡക്കി ഫ്രൈഡ് ചിക്കനും കെല്ലോഗ്സ് കോൺഫ്ലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിക്കൊണ്ടുവരുന്നത് ഇതേ പരസ്യക്കാരാണ്, ഇതേ മാധ്യമങ്ങളിൽ ഒരു വിഭാഗമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഈ മാധ്യമങ്ങളുടെ എല്ലാം ഉടമസ്ഥത വൻകിട കോർപ്പറേറ്റുകൾക്കാണ്. അവർക്ക് മനുഷ്യൻ്റെ സംസ്കാരമോ മനുഷ്യ ജീവിതത്തിൻ്റെ വികസനമോ അല്ല ലക്ഷ്യം. അതവരുടെ അജണ്ടയേ അല്ല. അവരുടെ യജമാനന്മാരുടെ ബാലൻസ് ഷീറ്റിലെ ലാഭമാണ് അവരുടെ ലക്ഷ്യം. അത്രയും മനുഷ്യവിരുദ്ധമായ ഒരു സംസ്കാരത്തിന് ഉടമകളായ ശക്തികളോടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന കാര്യം നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചോളണം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഭീഷണിയുടെ ഉദാഹരണമാണ് രാജൻ ഇവിടെ പറഞ്ഞത്, റിലയൻസിൻ്റെ പുതിയ കടന്നുവരവ്. ഒരു വർഷം നീണ്ടുന്ന കർഷക സമരകാലത്ത് പഞ്ചാബിലെ കൃഷിക്കാർ വലിയൊരു വിഭാഗം ആളുകൾ ജിയോ സിം ഉപേക്ഷിച്ച് BSNLൻ്റെ കണക്ഷൻ വീണ്ടും അവരെടുത്തു. BSNLൻ്റെ കണക്ഷൻ ഉപേക്ഷിച്ചാണ് പലരും ജിയോ സിം വാങ്ങിയിരുന്നത്. BSNLൻ്റെ ഉപേക്ഷ എന്താ? BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് 4G 3G 4G സൗകര്യങ്ങൾ അനുവദിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമായില്ല. സ്വകാര്യ കമ്പനികൾ 3G ആയി 4G ആയി 5G ആയി. അപ്പോഴും 2Gയിലും 3Gയിലും ഈ BSNLനെ തളച്ചിട്ടു. അവരുടെ ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ല. BSNLൻ്റെ പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഫണ്ട് ഉപയോഗിച്ച് പരിഷ്കരിക്കാൻ പ്രപ്പോസൽ അയച്ചിട്ട് പോലും ധനകാര്യ വകുപ്പ് അനുമതി കൊടുത്തില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് അല്ല, മുമ്പത്തെ ഗവൺമെൻറ്. ഈ കാര്യങ്ങളിലെല്ലാം ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ BSNL പുറകോട്ട് പോയി. അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഒറീസയിൽ ഭുവനേശ്വറിന് കുറച്ചപ്പുറം ഒരു കുഗ്രാമത്തിൽ ഒരു തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ 100 കണക്കിന് ആളുകൾ മരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർക്ക് അവർ അന്ധകാരത്തിലായിരുന്നു. 12 മണിക്കൂറിനുള്ളിൽ അവർ കമ്മ്യൂണിക്കേഷൻ ടവർ സ്ഥാപിച്ച് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഏർപ്പെടുത്താൻ BSNL മുന്നോട്ട് വന്നത്. വേറെ ഒറ്റ കമ്പനി വന്നില്ല. അതാണ് BSNL. അതാണ് പബ്ലിക് സെക്ടറിൻ്റെ രാഷ്ട്രത്തോടുള്ള താല്പര്യം. BSNLനെ പിറകിലാക്കി. അതുകൊണ്ടാണ് ജിയോയിലേക്ക് പലരും മാറിയത്. ആ ജിയോ സിം അവർ വേണ്ടാന്ന് വെച്ചു. കാരണം കാർഷിക നിയമം വന്നാൽ കരാർ കൃഷി സമ്പ്രദായത്തിലേക്ക് മാറും. ആയിരക്കണക്കിന്
ഹലോ ആയിരക്കണക്കായ ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കരാർ കൃഷി സമ്പ്രദായം കൊണ്ടുവരാനാണ് ആ നിയമം അനുശാസിക്കുന്നത്. അവിടെ എന്താ കൃഷി ചെയ്യുക? നെല്ല് കൃഷി ചെയ്യണമെന്നുണ്ടോ? ഗോതമ്പ് കൃഷി ചെയ്യണമെന്നുണ്ടോ? അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ള പയറുവർഗ്ഗങ്ങളോ പച്ചക്കറികളോ കൃഷി ചെയ്യാൻ അവർക്കൊരു ബാധ്യതയില്ല. അവർക്ക് ലാഭം കിട്ടുന്ന കൃഷി ചെയ്യുക. എന്താ ലാഭം കിട്ടുന്ന കൃഷി? പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യക്കാരോട്, നിങ്ങൾ എന്തിനാണ് ഈ ഗോതമ്പ് ഉണ്ടാക്കുന്നത്? ഗോതമ്പ് ഞങ്ങളുടെ അടുത്ത് സർപ്ലസ് സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഉണ്ടാക്കിത്തരും. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ മാത്രം വിളയുന്ന ചില പഴങ്ങൾ, ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ മാത്രം ലഭ്യമാകുന്ന പുഷ്പങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിത്തരും. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ, അവർക്ക് ജാം ഉണ്ടാക്കാൻ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ കൃഷി രീതി തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇവിടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം കുറഞ്ഞതിൻ്റെ ഭാഗമായി ബംഗാൾ ക്ഷാമത്തിൽ മാത്രം 42 ലക്ഷം മനുഷ്യരാണ് മരിച്ചത്. അത് മാറ്റിയെടുത്ത സ്വതന്ത്ര ഭാരതമാണ്. പലതരത്തിലുള്ള നയങ്ങളിലൂടെ നമ്മളതിനെ മാറ്റി കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചു. പൊതുവിതരണത്തിന് അത് ഏറ്റെടുക്കാൻ FCI ഉണ്ടാക്കി. നാട് മുഴുവൻ പൊതുവിതരണശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുത്തു. അതിനെ നേരെ തിരിച്ചു വെക്കാനാണ് പുതിയ നിയമം വന്നത്. അതിനെതിരായിട്ടാണ് 1 വർഷം നീണ്ടുന്ന സമരം നടത്തിയ കൃഷിക്കാർ. അപ്പോഴാണ് കൃഷിക്കാർ ഒരു ഉപരോധം എന്ന നിലയിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ കച്ചകെട്ടി നിൽക്കുന്ന കമ്പനിക്കാരനെ ഒന്ന് ദ്രോഹിക്കാൻ അവൻ്റെ സിമ്മ് വേണ്ടെന്ന് വെച്ചു. ദൗർഭാഗ്യത്തിന് ഇന്ത്യയിലെ ഒരു പ്രിന്റ് മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല. ആ സത്യം ജനങ്ങളോട് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സമരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടായി എന്ന്. നമ്മൾ ജീവിക്കുന്ന കാലത്തെ ഒരവസ്ഥയാണിത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഓപ്പറേറ്റേഴ്സ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന സിഗ്നലുകളിലൂടെ, അവരുടെ സേവനങ്ങളിലൂടെ ജനഹിതത്തെ മറന്ന് യാതൊന്നും അവർ ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതാണ് അവരുടെ സംസ്കാരം. ഇതാണ് ബദൽ എന്ന് പറയുന്നത്. ഇത്തരം ബദലുകളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം എല്ലാ രംഗത്തും വലിയ പ്രയാസത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അവരുടെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. വൈകാരികമായി തന്നെ അതിനോട് പ്രതികരിക്കാൻ ഞാൻ താല്പര്യമെടുത്തത് അതുകൊണ്ടാണ്. ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നാളെ ഇവരുടെ പ്രതിനിധി സമ്മേളനം ചേരുന്നു. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്ത് കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രസ്ഥാനം ഇതുപോലെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു പ്രസ്ഥാനമായി നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റുള്ളയിടത്ത് ചെറുകിടക്കാർക്ക് വലിയ പങ്കൊന്നുമില്ല. കേബിൾ വഴി സിഗ്നൽ കണക്ഷൻ കൊടുക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. വൻകിടക്കാരാണ്. അവിടെ അവരോട് മത്സരിച്ച് ഏതെങ്കിലും ഒരു ചെറുകിടക്കാരൻ ഒരു ദിവസം രംഗത്ത് വന്നാൽ പിറ്റേ ദിവസം അവൻ്റെ കേബിളല്ല, അവൻ്റെ തല പോലും കാണില്ല. ആ രീതിയിലുള്ള കുത്തകകളാണ് ഈ രംഗത്തുള്ളത്. ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ല. എനിക്കറിയാം ചില പേരുകൾ എൻ്റെ നാവിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ചിലരുടെ പേരുകൾ, ബോംബെയിലുള്ള ചിലരുടെ പേരുകൾ, അവർ കാണിക്കുന്ന അക്രമങ്ങൾ. പക്ഷെ ഇവിടെ ചെറുകിടക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാം. ഒരു കുത്തക മുതലാളിയും നിങ്ങളുടെ ദേഹത്ത് തൊടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല, കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അനുവദിക്കുന്നതല്ല എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദനങ്ങൾ. നന്ദി സർ. അടുത്തതായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ